ഹായ്, നിങ്ങൾ MBBS പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ഡ്രീമിൻ്റെ വഴി MBBSന് പോകണം എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്ത് നോക്കാം. നിങ്ങളത് കേട്ട് നോക്കിയിട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കി നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണം കേട്ടോ. അത് എന്താണെന്ന് വെച്ചാൽ ഡ്രീമിൻ്റെ എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനം ഇത് ഓൺഡ് ആൻഡ് മാനേജ് ബൈ എ ഗ്രൂപ്പ് ഓഫ് ഡോക്ടേഴ്സ് ആണ്. ഈ ഗ്രൂപ്പ് ഓഫ് ഡോക്ടേഴ്സ് എന്ന് പറയുന്നത് ഇവരെല്ലാം പല പല വിദേശ രാജ്യങ്ങളിൽ നിന്നും മെഡിക്കൽ ഗ്രാജുവേഷൻ എടുത്തിട്ട് തിരിച്ചു വന്ന ആൾക്കാരാണ്. ഈ ഡോക്ടേഴ്സിന് അറിയാം ഒരു മെഡിക്കൽ കോളേജിൽ എന്തൊക്കെയാണ് പഠിക്കുന്നത്, അതിന് പഠിക്കണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണം നോക്കി ഈ ഡോക്ടേഴ്സിന് അറിയാം. അപ്പം അവർ തന്നെയല്ലേ നിങ്ങളെ ഗൈഡ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ്. നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കുക. ഇതിൻ്റെ ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണ് ഇവർ വെരിഫൈ ചെയ്യുന്നതെന്ന് ബേസിക് ആയിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ കോളേജിൻ്റെ അക്രഡിറ്റേഷൻസ്, അതായത് ഇത് WHO അപ്രൂവ്ഡ് ആണോ എന്നുള്ളത് ഇവർ നോക്കും. അത് WDMS പേജിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയുള്ളൂ. പക്ഷേ WHO അപ്രൂവ്ഡ് ആണോ നോക്കും, ECFMG അപ്രൂവൽസ് ഉണ്ടോ എന്ന് നോക്കും. കാരണം വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ സപ്പോസ് അവിടുന്ന് ഗ്രാജുവേഷൻ കഴിച്ചിട്ട് അമേരിക്കയിൽ പോയി ബാക്കി കണ്ടിന്യൂ ചെയ്യാനാണോ നിങ്ങൾക്ക് താല്പര്യം, അതിനുള്ള ഫെസിലിറ്റീസ് നിങ്ങൾക്ക് ഉണ്ടോ എന്നുള്ളത് അവർ നോക്കും. ഇനി അതല്ല തിരിച്ച് വരാനോ ഇന്ത്യയിൽ വരാനാണോ NMC റെഗുലേഷൻസ് അപ്രൂവ് ആണോ, നിങ്ങൾക്ക് തിരിച്ച് ഇന്ത്യ വന്ന് വർക്ക് ചെയ്യാൻ പറ്റുമോ, അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഈ ഡോക്ടേഴ്സിന് അറിയാം. അപ്പോൾ നിങ്ങൾ വന്ന് ചോദിക്കുമ്പോഴത്തേനും അവർക്ക് കുറച്ചുകൂടെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇൻഫർമേഷൻ തരും. കാരണം ഒരു പ്രൈമറി ഫിൽട്രേഷൻ കഴിഞ്ഞാൽ എന്തായാലും ഈ ഡോക്ടർമാരോട് സംസാരിച്ചതിന് ശേഷം മാത്രമേ നിങ്ങളുടെ അഡ്മിഷൻസിലേക്ക് നമ്മൾ പോകത്തുള്ളൂ. പിന്നെ ഒരു ഇതെന്താണെന്ന് വെച്ചാൽ ECFMG WHO കൊടുത്ത് ഇത് നോക്കി അതിനുശേഷം ആ കോളേജിൽ ഉള്ള ഫെസിലിറ്റീസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾ പലർക്കും അറിയാവുന്ന ഒരു കേസ് കടാവർ ഉണ്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ ചില രാജ്യങ്ങളിൽ കടാവർ അവർക്ക് അവരുടെ മതപരമായ വിശ്വാസങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ അതിന് പാരലായിട്ട് എന്തൊക്കെ സംവിധാനങ്ങളുണ്ട്, അത് ഡിജിറ്റൽ കടാവർ ആണോ, ഇനി അതിൻ്റെ ടെക്നിക്കൽ നെയിം സൊല്യൂഷൻ ഞാൻ പറയുന്നതിനേക്കാളും നല്ല ഡോക്ടേഴ്സ് തന്നെ നിങ്ങൾക്ക് പറഞ്ഞുതരും. ഇതെല്ലാം നിങ്ങൾക്ക് ഉണ്ടോ എന്നുള്ളത് അവർ വെരിഫൈ ചെയ്യും. അതേപോലെ തന്നെ അവരുടെ ഫാക്കൽറ്റി, അവരുടെ ഇതൊക്കെ എക്സ്പീരിയൻസും അവരുടെ സർട്ടിഫിക്കേഷൻസും ഇവരൊന്ന് വെരിഫൈ ചെയ്യും. ഇങ്ങനെ കുറച്ചേറെ കാര്യങ്ങൾ അവർ ഫെസിലിറ്റി വൈസ് നോക്കുന്നു. അതേപോലെ തന്നെ ഉറപ്പായിട്ടും ഞങ്ങൾ അഡ്വൈസ് ചെയ്യുമ്പോൾ രണ്ട് കാര്യങ്ങൾ വളരെ പെക്യൂലിയർ ആണ്. അതിൽ ഒന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കുട്ടികൾക്ക് ആ രാജ്യത്ത് സേഫ് ആണോ, ഇപ്പോൾ ക്രൈം റേറ്റ്സ് പ്രകാരമൊക്കെ സേഫ് ആണോ, അവരുടെ ഹോസ്റ്റൽ സൗകര്യങ്ങളൊക്കെ ഒരു 5 സ്റ്റാർ ഫെസിലിറ്റീസ് ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത്, എന്നാലും നിങ്ങൾ സേഫ് ആയിട്ട് അവിടെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുമോ, ഇങ്ങനത്തെ കാര്യങ്ങളും ഉറപ്പായിട്ടും ഇവർ വെരിഫൈ ചെയ്യുക തന്നെ ചെയ്യും. അതായത് ലൈബ്രറി, അനാട്ടമി ടേബിൾ, ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. അതെല്ലാം അവർ വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ അവിടെ റെക്കമെൻഡ് ചെയ്തുള്ളൂ. അപ്പം അതിൽ തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡോക്ടേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഒരു റെക്കമെൻഡേഷൻ ആണെന്നുണ്ടെങ്കിൽ അതാത് രാജ്യത്തെ ഗവൺമെന്റ് ഹോസ്പിറ്റൽസിലായിരിക്കും ഇവർ റെക്കമെൻഡ് ചെയ്യുന്നത്. ബട്ട് നിങ്ങൾക്ക് അവിടുത്തെ ഒരു പ്രൈവറ്റ് കോളേജ് പ്രിഫറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അത് സേഫ് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് സ്യൂട്ടബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഉറപ്പായിട്ട് നമ്മൾ റെക്കമെൻഡ് ചെയ്യുകയും ചെയ്യും. ഇവർ അതിനകത്ത് നിങ്ങളെ പുറകോട്ട് പിടിച്ച് വലിക്കത്തില്ല. പക്ഷേ നിങ്ങളിപ്പോൾ ചോദിക്കുകയാണ്, ഡ്രീമിനോട് ചോദിക്കുകയാണ് ഡോക്ടറെ എനിക്ക് ഏറ്റവും ബെസ്റ്റ് കോളേജ് വെച്ചാൽ ഇവർ റെക്കമെൻഡ് ചെയ്യുന്നത് ഗവൺമെന്റ് കോളേജ് തന്നെയായിരിക്കും. അതാണ് അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം. പിന്നെ ഇവർ അവിടെ ചെന്നതിന് ശേഷം ഇങ്ങനെയൊക്കെ ഇവർ പരിശോധിച്ചെന്ന് പറഞ്ഞാലും അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിനെ കൂടി ഇവരൊന്ന് കൺസൾട്ട് ചെയ്യും. കാരണം ഇവർ പഠിച്ച രാജ്യത്തല്ലാതെ മറ്റുള്ള രാജ്യങ്ങളിൽ നമ്മൾ അഡ്മിഷൻസ് എടുക്കുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ കുട്ടികളുടെ അടുത്ത് ചോദിച്ചിട്ട് അവരുടെ അനുഭവങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വീണ്ടും എന്തെങ്കിലും കാര്യങ്ങൾ വെരിഫൈ ചെയ്യണമെങ്കിൽ അതൊക്കെ ചെയ്തതിന് ശേഷം മാത്രമേ ഇവർ നിങ്ങളെ ഒരു കോളേജ് സജസ്റ്റ് ചെയ്യത്തുള്ളൂ. പിന്നെ എല്ലാത്തിലും ഉപരി നിങ്ങളിപ്പോൾ അഡ്മിഷൻസ് ഒക്കെ എടുത്തു കഴിഞ്ഞെന്ന് വിചാരിക്കുക. ഈ അഡ്മിഷൻസ് എടുത്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്കൊരു ട്രെയിനിങ് തരും, എന്തൊക്കെ ബുക്കുകളാണ് വേണ്ടത്. അപ്പോൾ ഇതിന് പഠിക്കുന്നതിന് മുമ്പ് നിങ്ങൾ കുറച്ച് പ്രിപ്പയർഡ് ആവണമല്ലോ. നിങ്ങളുടെ ഒരു മാനസികമായിട്ട് നിങ്ങളെ ഒന്ന് പ്രിപ്പയർ ചെയ്യിപ്പിക്കാനുള്ള കാര്യങ്ങളും ഉറപ്പായിട്ടും ഈ ഡോക്ടേഴ്സ് ചെയ്യും. ഒരു എന്താ പറയുക, പ്രീ ഡിപ്പാർച്ചർ കൗൺസിലിംഗ് കൂടെ നിങ്ങൾക്ക് ഉണ്ടാവും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്തത് നിങ്ങളെ ഒന്ന് മെൻ്റലി പ്രിപ്പയർ ആക്കി പെർഫെക്റ്റ് ആക്കി തന്നെ നിങ്ങളെ വിടാവുന്നൊരു ഇതാണുള്ളത്. അപ്പം ഇങ്ങനെ ഒരു എന്താ പറയുക, മെഡിക്കൽ വിദ്യാഭ്യാസം നേടി എന്താണ് മെഡിസിൻ പഠിക്കേണ്ടത് അതിനെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് അറിയാവുന്ന ആൾക്കാർ നിങ്ങളെ ഗൈഡ് ചെയ്യുന്നതാണോ ബെസ്റ്റ് എന്നുള്ളത് നിങ്ങൾ ആലോചിച്ചതിന് ശേഷം അതിൽ നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത് താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കാൻ നിങ്ങൾ ഒട്ടും മടിക്കേണ്ട. നിങ്ങളെ വളരെ സേഫായിട്ട് ഒരു രാജ്യത്ത് നിങ്ങളെ എത്തിച്ച് നല്ല മിടുക്കര് ഡോക്ടർമാരാക്കി കൊണ്ടുവരാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കും. സോ യു ആർ വെൽക്കം. ബൈ.